ഓക്കെ, കോൺഗ്രുവൻസിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിമൈൻഡർ വെൻ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 100 ഫാക്ടോറിയൽ ഈസ് ഡിവൈഡഡ് ബൈ 15. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സമ്മ് 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 100 ഫാക്ടോറിയലിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ റിമൈൻഡർ എങ്ങനെ കാണാം? എ കോൺഗ്രുവൻറ്റ് ടു നമുക്കറിയാം ഒരു നമ്പർ എം, എ കോൺഗ്രുവൻറ്റ് ടു ആർ മോഡ് എം ആണെങ്കിൽ ആർ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഒരു റിമൈൻഡർ ആയിരിക്കും അല്ലേ? എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് ആർ. സോ ഇവിടെ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 100 ഫാക്ടോറിയലിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കാണാൻ പറഞ്ഞാൽ നമ്മൾ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 100 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് മോഡുലോ 15 ആവുന്ന നമ്പർ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 100 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു ഡാഷ് മോഡ് എം ഡാഷ് മോഡ് 15. ഇവിടെ കിട്ടുന്ന ഈ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും എന്ത്? ഇതിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നോക്കാം. നമുക്കറിയാം ഒരു നമ്പർ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എം എന്ന് എഴുതാം അല്ലേ? എ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എം തന്നെ ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 100 എക്സെട്ര പ്ലസ് 100 ഫാക്ടോറിയൽ എന്തായിരിക്കും? കോൺഗ്രുവൻറ്റ് ടു 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 100 ഫാക്ടോറിയൽ മോഡ് 15 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഒരു കാര്യം നോക്കൂ. വെൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 കെ ഫാക്ടോറിയൽ വിൽ ബി കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 15. ഓക്കെ, കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആകുമ്പോൾ കെ ഫാക്ടോറിയൽ എന്താവും? കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 15 ആവും. എന്താ കാരണം? സോ കെ ഈക്വൽ ടു 5 എന്നെടുത്ത് നോക്കുക. കെ ഈക്വൽ ടു 5 ആകുമ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഫാക്ടോറിയൽ ഈസ് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഇതാണ് 5 ഫാക്ടോറിയൽ. സോ ഇവിടെ നോക്കൂ, 5 3 അല്ലേ? 5 ഇൻറ്റു 3 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. 5 ഇൻറ്റു 3 എന്താണ്? 15. സോ 5 ഫാക്ടോറിയലിൽ എന്ത് വരുന്നുണ്ട്? ഒരു 15 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? 5 ഫാക്ടോറിയലിൽ 15 വരുന്നുണ്ട്. അതുകൊണ്ട് 5 ഫാക്ടോറിയൽ എന്താണ്? 15 ഇൻറ്റു 4 ഇൻറ്റു 2 ഇൻറ്റു 1 എന്നതാണ് അല്ലേ? 15 ഇൻറ്റു 4 ഇൻറ്റു 2 ഇൻറ്റു 1. ദാറ്റ് ഈസ് ഈ 5 ഫാക്ടോറിയൽ എന്താണ്? ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 15. ഇനി കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാണ് പറഞ്ഞത്. സോ കെ ഈക്വൽ ടു 6 ആകുമ്പോഴോ അവിടെയും 6 ഫാക്ടോറിയൽ എന്താണ്? 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. സോ അവിടെ എന്തുണ്ട്? ഒരു 5 ഇൻറ്റു 3 15 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ 6 ഫാക്ടോറിയലും എന്താണ്? ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 15 ആണ്. സോ 5 ഫാക്ടോറിയൽ മുതൽ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആവുന്നത് മുതൽ കെ ഫാക്ടോറിയലിൽ എന്ത് വരുന്നുണ്ട്? 15 വരുന്നുണ്ട്. അതായത് അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ കെ ഫാക്ടോറിയലും എന്താണ്? 15ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? കെ ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 15 ആണ് എന്നെഴുതാം. ഓക്കെ, സോ നമുക്ക് എന്തായിരുന്നു കാണേണ്ടത്? 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 100 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു മോഡ് 15 ആവുന്ന നമ്പർ ഏതാണെന്ന് കാണണം. സോ അത് വെച്ചിട്ട് നമ്മൾ എ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എം എന്നുള്ളത് വെച്ചിട്ട് 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 100 ഫാക്ടോറിയൽ എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 100 ഫാക്ടോറിയൽ മോഡ് 15 എന്നെഴുതിയിട്ടുണ്ട്. ഇനി ഫോർ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5ന് കെ ഫാക്ടോറിയൽ എന്താണ്? 0 മോഡ് 15 ആണ്. സോ മോഡ് 15ൽ ഫോർ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5ന് കെ ഫാക്ടോറിയൽ എല്ലാം 0 ആയിരിക്കും. സോ ഇവിടെ 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള 5 ഫാക്ടോറിയൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മോഡ് 15ൽ എന്താവും? 0 ആയിരിക്കും. 6 ഫാക്ടോറിയൽ എടുത്തിട്ടുണ്ടെങ്കിൽ മോഡ് 15ൽ 0 ആയിരിക്കും. 7 ഫാക്ടോറിയൽ എടുത്താൽ 0 ആയിരിക്കും. അങ്ങനെ 100 ഫാക്ടോറിയൽ വരെ എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താവും? മോഡ് 15ൽ 0 ആയിരിക്കും. സോ 5 ഫാക്ടോറിയൽ മുതൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അതിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇതെന്തായിട്ട് റെഡ്യൂസ് ആവും? 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ എക്സെട്ര ബാക്കിയൊക്കെ 0 മോഡ് 15. ഓക്കെ, സോ ഇനി 1 ഫാക്ടോറിയൽ എന്താണ്? 1 ആണ്. 2 ഫാക്ടോറിയൽ ഇസ് 2. 3 ഫാക്ടോറിയൽ എന്താണ്? 3 ഇൻറ്റു 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് 6. 4 ഫാക്ടോറിയൽ ഇസ് 4 ഇൻറ്റു 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് 24. സോ 1 പ്ലസ് 2 പ്ലസ് 6 പ്ലസ് 24 മോഡ് 15 എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ്, ഇനി ഇവിടെ നോക്കൂ, ഇപ്പോൾ ഇതാണ് കിട്ടിയത് നമുക്ക്. ഇതിൽ 6 പ്ലസ് 24 എന്താണ്? 6 പ്ലസ് 24 ഈസ് 30. ആൻഡ് 30 മോഡ് 15ൽ എന്താ വരിക? 30 മോഡ് 15ൽ എന്താ വരിക? 30നെ
മോഡ് 50 പറഞ്ഞാൽ 13നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ, അതാണ് 13 മോഡ് 15 പറഞ്ഞാൽ. 13നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 0 ആണ്. കാരണം 30 എന്താണ്? ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 15. സോ ഈ 6 + 24 ഈസ് 30. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് 15 അതിന് 0 എന്ന് കൊടുക്കാം. സോ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 1 + 2, and 1 + 2 is 3, 3 mod 15. So 1 factorial plus 2 factorial plus etc plus 100 factorial എന്താണ്? Congruent to 3 mod 15 ആണ്. സോ ഈ സമ്മിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ എന്താണ്? 3 ആണ്. ഓക്കെ. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് n for which summation k equal to 1 to n k factorial is a square. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഈ സമ്മേഷൻ k ഈക്വൽ ടു 1 to n k ഫാക്ടോറിയൽ സ്ക്വയർ ആവുന്ന പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് n കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സമ്മ് എന്താണ്? k ഈക്വൽ ടു 1 to n k ഫാക്ടോറിയൽ ആണ്. സോ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് n ഫാക്ടോറിയൽ. ഇങ്ങനെ ഒരു സമ്മ് എടുത്തിട്ടുണ്ടെങ്കിൽ n വരെയുള്ള ഇൻറ്റീജേഴ്സിൻ്റെ എല്ലാ ഇൻറ്റീജേഴ്സിൻ്റെ ഫാക്ടോറിയൽസിൻ്റെ സമ്മ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്ക്വയർ, നമ്പറിൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാൻ കഴിയണം. അങ്ങനെ വരുന്ന n ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. സോ ഫസ്റ്റ് നമുക്ക് കുറച്ച് നമ്പേഴ്സിൻ്റെ നമുക്ക് എന്താണ് എസ് ഇസ് ഈക്വൽ ടു നമ്മൾ ഈ സമ്മ് ആയിട്ട് കൺസിഡർ ചെയ്തു. എസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ കെ ഫാക്ടോറിയൽ ആണ്. കെ ഇസ് ഈക്വൽ ടു 1 to n. ഈ സമ്മായിട്ട് നമ്മൾ ഈ സമ്മായിട്ട് നമ്മൾ എസ്സിനെ കൺസിഡർ ചെയ്തു. ഇനി ഒരു നമ്പർ സ്ക്വയർ ആവണം എന്നുണ്ടെങ്കിൽ അത് ഏത് ഡിജിറ്റ് വെച്ചിട്ട് എൻഡ് ചെയ്യണം? നമുക്ക് കുറച്ച് സ്ക്വയേഴ്സ് കൺസിഡർ ചെയ്ത് നോക്കാം. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ എന്താണ്? 16, അടുത്തത് 25, അടുത്തത് എന്താണ്? 36, 49, 64, 81, 100 അല്ലേ? പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ സ്ക്വയേഴ്സിൻ്റെ എല്ലാം ലാസ്റ്റ് ഡിജിറ്റ്സ് നോക്കൂ. 1, 4, 9, 6, 5. വീണ്ടും എന്താ വരുന്നത്? ആൻഡ് 0 അല്ലേ? 0 വരുന്നുണ്ട്. സോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു നമ്പർ സ്ക്വയർ ആകുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് വരാൻ സാധ്യത ഉള്ളത് ഇതൊക്കെയാണ്. 0, 1, 4, 9, 6, 5. ഇത് മാത്രമാണ് അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റായിട്ട് വരുന്നത്. ഓക്കെ, ബാക്കിയുള്ള നമ്പേഴ്സൊന്നും എന്താവില്ല, ഒരു സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റായിട്ട് വരില്ല. സോ നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളെ സമ്മ് എസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതാണ്. ഇതൊരു സ്ക്വയർ ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ ഈ സമ്മിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ പറഞ്ഞ നമ്പേഴ്സ് 0, 1, 4, 5, 6, 9 വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് നോട്ടീസ് ദാറ്റ് വെൻ k greater than or equal to 5, k factorial is congruent to 0 mod 10. ഫസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് k ഫാക്ടോറിയൽ greater than or equal to 5 ആകുമ്പോൾ k ഫാക്ടോറിയൽ എന്താവും? congruent to 0 mod 10 ആവും. എന്താ കാരണം? k greater than or equal to 5, അതായത് 5 ഫാക്ടോറിയൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 × 4 × 3 × 2 × 1 ആണ്. ആൻഡ് ഇവിടെ എന്തുണ്ട്? ഒരു 5 × 2 10 വരുന്നുണ്ടല്ലേ? സോ ഇതിൽ എന്തുണ്ട്? ഒരു 10 × ബാക്കി നമ്പേഴ്സ് എന്നുള്ള ഫോമിലുണ്ട്. സോ 5 ഫാക്ടോറിയൽ എന്താണ്? ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. 6 ഫാക്ടോറിയൽ എടുത്താലോ അത് എന്താണ്? 6 × 5 × 4 × 3 × 2 × 1 ആണ്. അതിലും എന്തുണ്ട്? ഒരു 5 × 2 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അവിടെയും 10 വരുന്നുണ്ട്. 7 ഫാക്ടോറിയൽ എടുത്താലും അങ്ങനെ ഏത് വരെ എടുത്താലും k greater than or equal to 5 ആയിട്ടുള്ള ഏത് എടുത്തിട്ടുണ്ടെങ്കിലും k ഫാക്ടോറിയൽ എന്താവും? is congruent to 0 mod 10 ആവും. k ഫാക്ടോറിയൽ എന്താവും? will be a multiple of 10. സോ നമ്മളിവിടെ എടുത്ത സമ്മ് എസ് എടുത്തിട്ടുണ്ട്. ഈ സമ്മ് എസ് ഒരു സ്ക്വയർ ആവുന്ന രീതിയിലുള്ള n ഏതാണെന്നാണ് കാണേണ്ടത്. സോ ഈ സമ്മ് എസ് ഒരു സ്ക്വയർ ആവണോ അല്ലേ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇത് എസ് ആവണം, എസ് എന്താണ്? ഒരു സ്ക്വയർ ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ പറഞ്ഞു 0, 1, 4, 5, 6, 9 ഇതിലേതെങ്കിലും ഒന്നായിട്ട് വരണം ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്. സോ അത് അങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അതിന് വേണ്ടി നമ്മൾ എസ് കോൺഗ്രുവൻറ്റ് ടു വൺസ് ഡിജിറ്റ് ഇൻ സമ്മേഷൻ k ഈക്വൽ ടു 1 to n k ഫാക്ടോറിയൽ മോഡ് 10 എന്നെഴുതാം. അതായത് നമുക്കൊരു നമ്പറിനെ കോൺഗ്രുവൻറ്റ് ടു ദാറ്റ് നമ്പർ കോൺഗ്രുവൻറ്റ് ടു അതിൻ്റെ വൺസ് ഡിജിറ്റിൽ വരുന്ന നമ്പർ മോഡ് 10 എന്നെഴുതാം. സപ്പോസ് ഒരു നമ്പർ 154 കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 154 കോൺഗ്രുവൻറ്റ് ടു ഇതിൻ്റെ വൺസ് പ്ലേസിൽ വരുന്ന നമ്പർ ഏതാ? 4 അല്ലേ? അപ്പോൾ 4 മോഡ് 10 എന്നെഴുതാം. എഴുതി കൂടെ? കാരണം 154 - 4 എന്താണ്? 150 ആൻഡ് 10 ഡിവൈഡ്സ് 150. ഓക്കെ. ഇനി ഒരു 166 ആണെങ്കിൽ 166 കോൺഗ്രുവൻറ്റ് ടു 6 മോഡ് 10 എന്നെഴുതാം. ഓക്കെ. അതായത് ഇതിൻ്റെ മോഡ് 10ൽ എഴുതുമ്പോൾ ഒരു നമ്പറിന് അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്
ഓക്കെ, വൺസ് പ്ലേസിൽ വരുന്ന ഡിജിറ്റുമായിട്ട് കോൺഗ്രുവൻറ്റ് മോഡിലോ 10 ആയിട്ട് എഴുതാൻ പറ്റും ഏതൊരു നമ്പറിനെയും. സോ ഇവിടെ നമ്മൾ എസിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണെന്നോ നോക്കുന്നത്, വൺസ് ഡിജിറ്റ് ഏതാണെന്നോ നോക്കുന്നത്. സോ എസ് കോൺഗ്രുവൻറ്റ് ടു എന്തായിരിക്കും, വൺസ് ഡിജിറ്റ് ഇൻ എസ് അല്ലെ, വൺസിൻ്റെ പ്ലേസിൽ വരുന്ന ആ ഡിജിറ്റ് ഇൻ എസ്. സമ്മേഷൻ ആയിട്ടാണ് നമ്മൾ എസ് എടുത്തത്, വൺസ് ഡിജിറ്റ് ഇൻ എസ്, ഈ സമ്മേഷൻ മോഡ് 10 എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ സമ്മേഷൻ എന്താണ്, 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 100 ഫാക്ടോറിയൽ വരുന്നുണ്ട്. പക്ഷേ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5ൽ കെ ഫാക്ടോറിയൽ എന്താണ്, കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 10 ആണ്. സോ 5 ഫാക്ടോറിയൽ മുതലുള്ള എല്ലാം എന്താവും, 0 ആവും, നമ്മൾ നേരത്തെ കണ്ട പോലെ. ബാക്കി എന്തേ ഉള്ളൂ, 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ മോഡ് 10. അതെന്താണ്, 1 പ്ലസ് 2 പ്ലസ് 6 പ്ലസ് 24. ഇനി നേരത്തെ പോലെ തന്നെ 6 പ്ലസ് 24 എന്താണ്, 30 ആണ്. ആൻഡ് 30 മോഡ് 10 എന്താണ്, 30 is a multiple of 10. So 30 mod 10 0. ബാക്കി എന്തേ ഉള്ളൂ, 1 plus 2 that is 3 mod 10. സോ എസിൻ്റെ വൺസ് ഡിജിറ്റിലുള്ള നമ്പർ എന്താണ്, 3 ആണ്. എസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസിൻ്റെ വൺസ് ഡിജിറ്റിലുള്ള നമ്പർ എന്താണ്, 3 ആണ്. ഓക്കെ, സോ ദ വൺസ് ഡിജിറ്റ് ഇൻ എസ് ഈസ് 3 ഇഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. പക്ഷേ അവിടെ എന്ത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഫോർ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ഓക്കെ, സോ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5ന് നമുക്ക് എന്ത് കിട്ടി, എസിൻ്റെ വൺസ് ഡിജിറ്റിലുള്ള നമ്പർ എന്താണ്, 3 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ പറഞ്ഞു, വൺസ് ഒരു സ്ക്വയർ നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വൺസ് ഡിജിറ്റിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയുള്ളൂ, 0 1 4 5 6 9. പിന്നെ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. സോ 0 1 4 5 6 9 ഇതിൽ മാത്രമേ ഉള്ളൂ ഒരു സ്ക്വയർ നമ്പർ എൻഡ് ചെയ്യാം. പക്ഷേ ഇവിടെ എസിൻ്റെ വൺസ് ഡിജിറ്റിൽ നമുക്ക് എന്താ കിട്ടിയത്, 3 ആണെന്നാണ് കിട്ടിയത്. ആൻഡ് 3 എൻഡ് ഡിജിറ്റ് ആയിട്ട് വരുന്ന ഒരു സ്ക്വയർ നമ്പറും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5ന് എസ് എന്ന് പറയുന്ന സം എന്താവില്ല, വിൽ നോട്ട് ബി എ സ്ക്വയർ. സോ നമുക്ക് എന്ത് കിട്ടി, ദസ് ഇഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എസ് കനോട്ട് ബി എ സ്ക്വയർ. എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5ന് എസ് എന്തല്ല, ഒരു സ്ക്വയർ അല്ല എന്ന് കിട്ടി. അപ്പം ഇനി ബാക്കി എന്നിൻ്റെ പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്, എൻ ഈക്വൽ ടു 1 2 3 4 5. ഇത് 5 ഇല്ല, 1 2 3 4 ഇത് 4 ആകുമ്പോൾ ഈ സമ്മ് എസ് എന്താണെന്ന് നോക്കണം, ഒരു സ്ക്വയർ ആണോ നോക്കണം. സോ ഫസ്റ്റ് എൻ ഇസ് ഈക്വൽ ടു 1. എൻ ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ നമ്മൾ എസ് എന്താ എടുത്തിട്ടുള്ളത്, സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു എൻ കെ ഫാക്ടോറിയൽ ആണ്. സോ എൻ ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ എസ് ഇസ് ഈക്വൽ ടു എന്താണ്, 1 ഫാക്ടോറിയൽ, അതായത് 1 ആണ്. ഓക്കെ, ആൻഡ് എസ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. 1 എന്താണ്, ഒരു സ്ക്വയർ ആണ്. സോ എൻ ഈക്വൽ ടു 1 ആകുമ്പോൾ ഈ സം എന്താണ്, സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു എൻ കെ ഫാക്ടോറിയൽ പറയുന്നത് എന്താണ്, ഒരു സ്ക്വയർ ആണെന്ന് കിട്ടി. സോ എൻ ഇസ് ഈക്വൽ ടു 1ന് ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എൻ ഇസ് ഈക്വൽ ടു 2. എൻ ഇസ് ഈക്വൽ ടു 2 എടുക്കുമ്പോൾ സമ്മേഷൻ എന്താണ്, സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു 2 കെ ഫാക്ടോറിയൽ, അതായത് 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 1 പ്ലസ് 2 ഈക്വൽ ടു 3. ഇതൊരു സ്ക്വയർ ആണോ, ദിസ് ഇസ് നോട്ട് എ സ്ക്വയർ. സോ എൻ ഇസ് ഈക്വൽ ടു 2 ആകുമ്പോഴും അതെന്തല്ല, സ്ക്വയർ അല്ല. നെക്സ്റ്റ് എൻ ഇസ് ഈക്വൽ ടു 3 ആണ്. എൻ ഇസ് ഈക്വൽ ടു 3 ആകുമ്പോൾ എസ് എന്താണ്, 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ ആണ്, അതായത് 1 പ്ലസ് 2 പ്ലസ് 6 ആൻഡ് ദിസ് ഇസ് 9 ആണ്, വിച്ച് ഈസ് എ സ്ക്വയർ. സോ എൻ ഇസ് ഈക്വൽ ടു 3 ആകുമ്പോഴും നമ്മൾ സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു 3 കെ ഫാക്ടോറിയൽ എന്താണ്, ഒരു സ്ക്വയർ ആണ് കിട്ടി. സോ എൻ ഇസ് ഈക്വൽ ടു 3നും എസ് എ സ്ക്വയർ ആണ്. ഇനി നെക്സ്റ്റ് എൻ ഇസ് ഈക്വൽ ടു 4 ആണ്. എൻ ഇസ് ഈക്വൽ ടു 4 ആകുമ്പോൾ എൻ ഈക്വൽ ടു 4 ആകുമ്പോൾ നമുക്ക് എസ് ഈക്വൽ ടു എന്താണ്, 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ അതെന്താണ്, എസ് ഈക്വൽ ടു 33 എന്നാണ് കിട്ടുക, വിച്ച് ഈസ് ഓൾസോ നോട്ട് എ സ്ക്വയർ. സോ എസ് ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ ആവുന്നത് എപ്പോഴൊക്കെ ഉള്ളൂ, എൻ ഈക്വൽ ടു 1 ആകുമ്പോഴും എൻ ഈക്വൽ ടു 3 ആകുമ്പോഴും. ദസ് ദർ ആർ എക്സാക്ട്ലി 2 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എൻ ഫോർ വിച്ച് എസ് ഇസ് എ സ്ക്വയർ, നെയിംലി 1 and 3. Next question, prove that no integer of the form 8n plus 7 can be expressed as a sum of 3 squares. Okay, question എന്താണ്, ഒരു ഇൻറ്റീജർ 8n plus 7 എന്ന ഫോമിലുള്ള ഒരു ഇൻറ്റീജറിനെയും നമുക്ക് സം ഓഫ് 3 സ്ക്വയേഴ്സ്, 3 സ്ക്വയേഴ്സിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഓക്കെ, സോ നമ്മളിത് കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. സപ്പോസ് ദാറ്റ് ദർ ഈസ് ആൻ ഇൻറ്റീജർ n ഓഫ് ദ ഫോം 8n plus 7 ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം x square plus y square plus z square of 3 integers x, y and z.
കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് കൺസിഡർ ചെയ്തു, ഒരു ഇൻറ്റിജർ n എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് 8n + 7 എന്ന ഫോമിൽ. ആൻഡ് ഈ എന്നിനെ നമുക്ക് 3 ഇൻറ്റിജേഴ്സ് x, y, z എന്ന് പറയുന്ന 3 ഇൻറ്റിജേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ദാറ്റ് ഈസ് എന്നിനെ നമുക്ക് x² + y² + z² എന്ന ഫോമിൽ എഴുതാം എന്ന് കൺസിഡർ ചെയ്തു. സോ n എന്താണ് നമ്മൾ പറഞ്ഞു, n ഈസ് എൻ ഇൻറ്റീജർ ഓഫ് ദ ഫോം 8n + 7 ആണ്. ദാറ്റ് ഈസ് n is equal to 8n + 7. ഇവിടെ നമുക്ക് n - 7 = 8n എന്ന് എഴുതാം. അതായത് 8 divides n - 7 അല്ലേ. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, n is congruent to 7 mod 8 എന്ന് എഴുതാം. ഇനി ബൈ കൊറോളറി ഫോർ പോയിന്റ് 2 എ നമ്പർ x മസ്റ്റ് ബി കോൺഗ്രുവൻറ്റ് മോഡുലോ 8 to 0, 1, 2, 3, 4, 5, 6 or 7. അതായത് കൊറോളറി 4.2 എന്താ പറയുന്നത്, എവറി ഇൻറ്റീജർ ഈസ് congruent to exactly one of the least residues 0, 1, 2, etc. m - 1 modulo m. അതായത് ഏതൊരു ഇൻറ്റീജർ എടുത്തിട്ടുണ്ടെങ്കിലും എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും അതിനെ നമ്മൾ കോൺഗ്രുവൻറ്റ് മോഡുലോ 8ൽ കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് മസ്റ്റ് ബി കോൺഗ്രുവൻറ്റ് മോഡുലോ 2 ഇതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂവിൽ ഏതെങ്കിലുമായിട്ട് അതെന്താവും, കോൺഗ്രുവൻറ്റ് മോഡുലോ 8 ആവും. ഓക്കെ, ഏതൊരു ഇൻറ്റീജർ എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും അത് അതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസുമായിട്ട് 8ൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസുമായിട്ട് എന്താവും, കോൺഗ്രുവൻറ്റ് മോഡുലോ 8 ആയിരിക്കും. ഇവിടുത്തെ ലീസ്റ്റ് റെസിഡ്യൂസ് ഏതൊക്കെയാണ്, 0, 1, 2, 3, 4, 5, 6 or 7. സോ എക്സ് എന്താവണം, ഇതിൽ ഒരു ഇൻറ്റീജർ എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതിലുള്ള ലീസ്റ്റ് റെസിഡ്യൂവിലുള്ള ഏതെങ്കിലും ഒന്നുമായിട്ട് എക്സാക്ട്ലി വൺ ഓഫ് ദിസ് ആയിട്ട് അതെന്താവും, കോൺഗ്രുവൻറ്റ് മോഡുലോ 8 ആയിരിക്കും. സോ ഒരു ഇൻറ്റീജർ എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ either എക്സ് എന്താവും, കോൺഗ്രുവൻറ്റ് ടു 0 mod 8 ആവും, അല്ലെങ്കിൽ കോൺഗ്രുവൻറ്റ് ടു 1 mod 8 ആവും, അല്ലെങ്കിൽ കോൺഗ്രുവൻറ്റ് ടു 2 mod 8, അല്ലെങ്കിൽ 3 mod 8, 4 mod 8, 5 mod 8, 6 mod 8, 7 mod 8. ഇതിലേതെങ്കിലും ഒന്നുമായിട്ട് എക്സ് എന്ന് പറയുന്ന ഇൻറ്റീജർ എന്താവും, കോൺഗ്രുവൻറ്റ് മോഡുലോ 8 ആയിരിക്കും. കാരണം 8ൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് വരുന്നത് 0, 1, 2, 3, etc. 7 ആണ്. സോ നമ്മളിവിടെ കണ്ടു എക്സ് കോൺഗ്രുവൻറ്റ് ടു 0 mod 8 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് വെച്ചിട്ട് എന്താ പറയാം, x² എന്താവും, കോൺഗ്രുവൻറ്റ് ടു 0² mod 8 ആവും അല്ലേ. നമ്മൾ പറഞ്ഞു എ കോൺഗ്രുവൻറ്റ് ടു ബി mod m ആണെങ്കിൽ a² കോൺഗ്രുവൻറ്റ് ടു b² mod m ആയിരിക്കും. ഓക്കെ, സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, x² കോൺഗ്രുവൻറ്റ് ടു 0 mod 8 ആയതുകൊണ്ട് എക്സ് കോൺഗ്രുവൻറ്റ് ടു 0 mod 8 ആയതുകൊണ്ട് x² എന്താവും, കോൺഗ്രുവൻറ്റ് ടു 0² mod 8 ആവും. എക്സ് കോൺഗ്രുവൻറ്റ് ടു 1 mod 8 വെച്ചിട്ട് x² കോൺഗ്രുവൻറ്റ് ടു 1² mod 8 പറയാം. എക്സ് കോൺഗ്രുവൻറ്റ് ടു 2 mod 8 അതായത് x² കോൺഗ്രുവൻറ്റ് ടു 2² mod 8. എക്സ് കോൺഗ്രുവൻറ്റ് ടു 3 mod 8 implies x² കോൺഗ്രുവൻറ്റ് ടു 3² mod 8. എക്സ് കോൺഗ്രുവൻറ്റ് ടു 4 mod 8ന് x² കോൺഗ്രുവൻറ്റ് ടു 4² mod 8 എന്ന് പറയാം. എക്സ് കോൺഗ്രുവൻറ്റ് ടു 5 mod 8ന് x² കോൺഗ്രുവൻറ്റ് ടു 5² mod 8 എന്ന് പറയാം. എക്സ് കോൺഗ്രുവൻറ്റ് ടു 6 mod 8ന് x² കോൺഗ്രുവൻറ്റ് ടു 6² mod 8. അതേപോലെ എക്സ് കോൺഗ്രുവൻറ്റ് ടു 7 mod 8ന് x² കോൺഗ്രുവൻറ്റ് ടു 7² mod 8 എന്ന് പറയാം. സോ അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എന്താ പറയാം, x² എന്തിനോടൊക്കെ കോൺഗ്രുവൻ്റ് ആവും, എക്സ് കോൺഗ്രുവൻറ്റ് ടു ഇതിലേതെങ്കിലും ഒന്നാണ്, ആൻഡ് x² എന്താവും, ഇതിലേതെങ്കിലും ഒന്നുമായിട്ട് കോൺഗ്രുവൻ്റ് ആവും. സോ x² കോൺഗ്രുവൻറ്റ് ടു എന്താവും, 0² ആവാം, 1² ആവാം, 2² ആവാം, 3² ആവാം, 4² ആവാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഈ ലാസ്റ്റ് 3 കോൺഗ്രുവൻസും വെച്ചിട്ട് നമുക്ക് വേറൊരു റിലേഷൻ പറയാം. ഇവിടെ നമുക്ക് എന്തുണ്ട്, x² എന്താണ്, കോൺഗ്രുവൻറ്റ് ടു 5² mod 8. ഇനി 5 എന്ന് നമ്മൾ കൺസിഡർ ചെയ്താൽ 5 കോൺഗ്രുവൻറ്റ് ടു -3 mod 8 ആണ് അല്ലേ. കാരണം എന്താണ്, 5 + 3, 5 - -3 വരും, 5 + 3 8 ആണ്. സോ 8 divides 8. സോ 5 കോൺഗ്രുവൻറ്റ് ടു എന്താണ്, -3 mod 8 എന്ന് പറയാം. സോ 5 കോൺഗ്രുവൻറ്റ് ടു -3 mod 8 ആണെങ്കിൽ ഇത് ഇംപ്ലൈസ് നേരത്തെ പറഞ്ഞത് വെച്ചിട്ട് a കോൺഗ്രുവൻറ്റ് ടു b mod m ആണെങ്കിൽ a² കോൺഗ്രുവൻറ്റ് ടു b² mod m. അത് വെച്ചിട്ട് എന്ത് പറയാം, 5² കോൺഗ്രുവൻറ്റ് ടു -3² mod 8 എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, x² കോൺഗ്രുവൻറ്റ് ടു 5² mod 8. സോ ഇവിടെ x² എന്താണ്, കോൺഗ്രുവൻറ്റ് ടു 5² mod 8 ആണ്, ഇവിടുന്ന് കിട്ടി. ആൻഡ് 5² എന്താണ്, 5² ഈസ് കോൺഗ്രുവൻറ്റ് ടു -3² mod 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, x² കോൺഗ്രുവൻറ്റ് ടു -3² mod 8 എന്ന് പറയാം. അതായത് a കോൺഗ്രുവൻറ്റ് ടു b mod m ഉം b കോൺഗ്രുവൻറ്റ് ടു c mod m ആണെങ്കിൽ a കോൺഗ്രുവൻറ്റ് ടു എന്താവും, c mod m ആവും. ട്രാൻസിറ്റീവ് റിലേഷൻ വെച്ചിട്ട് അല്ല, ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് കോൺഗ്രുവൻസ് വെച്ചിട്ട് പറയാം. സോ ഇവിടെ x² കോൺഗ്രുവൻറ്റ് ടു 5² mod 8 ഉം 5² കോൺഗ്രുവൻറ്റ് ടു -3² mod 8 ആയതുകൊണ്ട് ഇവിടെ നിന്ന് എന്ത് പറയാം, x² കോൺഗ്രുവൻറ്റ് ടു -3² mod 8 എന്ന് പറയാം.
സോ അതേപോലെ 6 കോൺഗ്രുവൻറ്റ് ടു -2 മോഡ് 8 ആണ്. സോ 6 സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 സ്ക്വയർ മോഡ് 8. സോ അത് വെച്ചിട്ട് നമുക്ക് എക്സ് സ്ക്വയർ കോൺഗ്രുവൻസ് ടു -2 സ്ക്വയർ മോഡ് 8 എന്ന് എഴുതാം. 7 കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 8 ആണ്. സോ 7 സ്ക്വയർ എന്താവും? കോൺഗ്രുവൻറ്റ് ടു -1 സ്ക്വയർ മോഡ് 8 ആണ്. സോ ഇത് വെച്ചിട്ട് എക്സ് സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 7 സ്ക്വയർ മോഡ് 8ഉം 7 സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു -1 സ്ക്വയർ മോഡ് 8ഉം ആണ്. സോ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? എക്സ് സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു -1 സ്ക്വയർ, എക്സ് സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു -1 സ്ക്വയർ മോഡ് 8 എന്ന് പറയാം. സോ നമുക്കിവിടെ എക്സ് സ്ക്വയർ മസ്റ്റ് ബി കോൺഗ്രുവൻറ്റ് മോഡുലോ 8 ടു എന്തൊക്കെയായിരുന്നു? 0 സ്ക്വയർ, 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ വരെ. അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ബാക്കി ഏതൊക്കെയാണ്? -3 സ്ക്വയർ, 5 സ്ക്വയറിന് പകരം -3 സ്ക്വയർ, 6 സ്ക്വയറിന് പകരം -2 സ്ക്വയർ ആൻഡ് 7 സ്ക്വയറിന് പകരം എന്ത് എഴുതാം? -1 സ്ക്വയർ ആണെന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് മോഡുലോ 8 ടു 0, 1 ഓർ 4. അതെങ്ങനെ പറയുന്നത്? ഇവിടെ നമ്മൾ കണ്ടു അല്ലേ, എക്സ് സ്ക്വയർ കോൺഗ്രുവൻറ്റ് മോഡുലോ 8 ടു 0, 0 സ്ക്വയർ എന്താണ്? 0, 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ എന്താണ്? 9 ആണ്. സോ 9 കോൺഗ്രുവൻറ്റ് മോഡുലോ 8ലാണ് പറയുന്നത്. കോൺഗ്രുവൻറ്റ് മോഡുലോ 8ൽ 9 എന്താണ്? 9 മോഡ് 8 എന്താണ്? 1 ആണ്. സോ അത് വീണ്ടും 1 ആവും. 4 സ്ക്വയർ ഈസ് 16 ആൻഡ് 16 മോഡ് 8 കോൺഗ്രുവൻറ്റ് മോഡുലോ 8ലാണ്. സോ 16 മോഡ് 8 എന്താ വരിക? 16നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആൻഡ് ദാറ്റ് ഈസ് 0. അടുത്തത് എന്താണ്? -3 സ്ക്വയർ, -3 സ്ക്വയർ ഈസ് 9, 9 എന്താണ്? വീണ്ടും 1 ആണ്. -2 സ്ക്വയർ, -2 സ്ക്വയർ ഈസ് 4, 4 എന്താണ്? മോഡ് 8ൽ 4 തന്നെയാണ്. -1 സ്ക്വയർ 1, മോഡ് 8ൽ 1 എന്താണ്? 1 തന്നെ. സോ ഇവിടെ റിമൈൻഡേഴ്സ് ഈ എക്സ് സ്ക്വയർ മസ്റ്റ് ബി കോൺഗ്രുവൻറ്റ് ടു ഇതിന് ഈ നമ്പേഴ്സാണ് ആൻഡ് ഈ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0, 1, 4, 1, 0, 1, 4, 1 അല്ലേ? അതായത് 0, 1, 4 ഈ 3 നമ്പേഴ്സാണ് വരുന്നത്. സോ എക്സ് സ്ക്വയർ എന്താവണം? എക്സ് സ്ക്വയർ മസ്റ്റ് ബി കോൺഗ്രുവൻറ്റ് ടു എയ്തർ 0, 1 ഓർ 4. അതാണ് ഇവിടെ പറഞ്ഞത്. എക്സ് സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് മോഡുലോ 8 ടു എയ്തർ 0 ഓർ 1 ഓർ 4. ഇതിലേതെങ്കിലും ഒന്നുമായിട്ട് മാത്രമേ ഉള്ളൂ എന്ത് വരിക? എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ആയിട്ട് വരിക. ഇനി ഇതേപോലെ വൈ സ്ക്വയറും മോഡ് 8 എടുത്തിട്ടുണ്ടെങ്കിൽ വൈ സ്ക്വയർ വരാനുള്ള സാധ്യതകൾ ഏതൊക്കെയാണ്? വൈ എക്സിനെ പോലെ തന്നെ ഏതോ ഒരു നമ്പറാണ് വൈ. സോ വൈ സ്ക്വയർ വരാനുള്ള സാധ്യതയും 0, 1 ഓർ 4 ആണ് മോഡുലോ 8ൽ. ആൻഡ് സെഡ് സ്ക്വയറും മോഡുലോ 8ൽ വരാനുള്ള സാധ്യതയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0, 1 ഓർ 4. ഓക്കെ, സോ ബൈ തിയറം 4.4, തിയറം 4.4 എന്തായിരുന്നു? എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എമ്മും സി കോൺഗ്രുവൻറ്റ് ടു ഡി മോഡ് എമ്മും ആയിരുന്നെങ്കിൽ എ പ്ലസ് സി കോൺഗ്രുവൻറ്റ് ടു ബി പ്ലസ് ഡി മോഡ് എമ്മും. സോ അത് വെച്ചിട്ട് ഇവിടെ എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ, സെഡ് സ്ക്വയർ, എക്സ് സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 0, 1, 4 ആണ്. വൈ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 0, 1, 4 ആണ്. അതേപോലെ സെഡ് സ്ക്വയറും കോൺഗ്രുവൻറ്റ് ടു 0, 1, 4 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താവും? ഇതിലുള്ള ഓരോന്നുമായിട്ട് അതിൻ്റെ സമ്മമായിട്ട് കോൺഗ്രുവൻ്റ് ആയിരിക്കും അല്ലേ? സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മസ്റ്റ് ബി കോൺഗ്രുവൻറ്റ് മോഡുലോ 8 ടു എക്സാക്ട്ലി വൺ ഓഫ് ദ സം 0 പ്ലസ് 0 പ്ലസ് 0, 0 പ്ലസ് 0 പ്ലസ് 1 എക്സെട്ര 4 പ്ലസ് 4 പ്ലസ് 4. ഓക്കെ, നമ്മൾ ഈ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. എക്സ് സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു, അപ്പോൾ നമ്മൾ പറഞ്ഞു എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ആവുന്നത് ഏതൊക്കെയാണ്? 0, 1 ഓർ 4 ആണ്. വൈ സ്ക്വയർ 0, 1 ഓർ 4 ആണ്. സെഡ് സ്ക്വയറും 0, 1 ഓർ 4 ആണ്. സോ സപ്പോസ് എക്സ് സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 8, വൈ സ്ക്വയറും കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 8 ആണ്. സെഡ് സ്ക്വയറും കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 8 ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്താവും? കോൺഗ്രുവൻറ്റ് ടു 0 പ്ലസ് 0 പ്ലസ് 0 മോഡ് 8. ഓക്കെ, സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്താവും? കോൺഗ്രുവൻറ്റ് ടു 0 പ്ലസ് 0 പ്ലസ് 0. ഇനി എക്സും വൈയും സെഡും ഓരോന്നും മാറി വരുന്നതിനനുസരിച്ച് ഇതിലുള്ള ഏതെങ്കിലും ഒരു സമ്മമായിട്ടായിരിക്കും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്താവുക? കോൺഗ്രുവൻറ്റ് മോഡുലോ 8 ആവുക. ബട്ട് നൺ ഓഫ് ദം ഈസ് കോൺഗ്രുവൻറ്റ് ടു 7. ബട്ട് നൺ ഓഫ് ദം ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡുലോ 8 വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. പക്ഷേ ഈ സമ്മ് ഏതൊരു രീതിയിലും ഈ സമ്മ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 0, 1, 4ൻ്റെ 3 വീതമുള്ള ഏതൊരു സമ്മ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നമുക്ക് എന്ത് കിട്ടില്ല? 7 എന്ന് കിട്ടില്ല. സോ നൺ ഓഫ് ദം ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡുലോ 8. പക്ഷേ അതെന്താണ്? ഒരു കോൺട്രഡിക്ഷൻ ആണ്. കാരണം എക്സ് സ്ക്വയർ നമ്മൾ എന്തായിട്ട് നമ്മൾ എടുത്തിരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. ആൻഡ് എന്തായിരുന്നു? കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 8 ആയിട്ടാണ് നമ്മൾ എടുത്തത് അല്ലേ? സോ ഇവിടെ അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയറിന് നമുക്ക് എന്ത് കിട്ടണം? 7 മോഡ് 8, കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 8 ആണെന്ന് കിട്ടണം. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഒരിക്കലും എന്താവുന്നില്ല? കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 8 ആവുന്നില്ല. ദസ്
അതെന്താണ് ഒരു കോൺട്രഡിക്ഷൻ ആണ് അല്ലേ, നമ്മൾ കൺസിഡർ ചെയ്തതിൽ നിന്നും അതൊരു കോൺട്രഡിക്ഷൻ ആണ്. അതിന് കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താണ്, നോ ഇൻറ്റീജർ ഓഫ് ദ ഫോം 8n+7 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് 3 സ്ക്വയർസ്. അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും എടുത്തതുകൊണ്ടാണ് ഈ കോൺട്രഡിക്ഷൻ വന്നത്. സോ നോ ഇൻറ്റീജർ ഓഫ് ദ ഫോം 8n+7 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് 3 സ്ക്വയർസ്. Next problem, show that 19 raised to 19 cannot be expressed as the sum of the cube of an integer and the fourth power of another integer. എന്താ പറഞ്ഞത്, 19 raised to 19 ഒരു ഇൻറ്റീജറിൻ്റെ ക്യൂബ് പ്ലസ് വേറൊരു ഇൻറ്റീജറിൻ്റെ ഫോർത്ത് പവറിൻ്റെ സമ്മ് ഇങ്ങനെ എക്സ് ക്യൂബ് പ്ലസ് വൈ റേസ് ടു 4 എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഇതും കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോട്ടീസ് ദാറ്റ് 19 raised to 19 ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 raised to 19 mod 13. ഓക്കെ, ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റിസൾട്ട് കൺസിഡർ ചെയ്യാണ്. 19 raised to 19 നമുക്ക് 6 raised to 90 കോൺഗ്രുവൻറ്റ് ടു 6 raised to 19 mod 13 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് റിസൾട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യണം. നമുക്കിവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടണം. സോ അതിന് വേണ്ടി ഇങ്ങനെ റിസൾട്ട് എടുത്ത് പോവാണ്. സോ 6 സ്ക്വയർ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി കോൺഗ്രുവൻറ്റ് ടു -3 mod 13 അല്ലേ. 6 സ്ക്വയർ എന്താണ്, 36 ആണ്. 36 എന്താണ് കോൺഗ്രുവൻറ്റ് ടു -3 mod 13 ആണ്. കാരണം 36 -3 ഇവിടെ വന്ന് 36 -3 ദാറ്റ് ഈസ് 36 + 3 is 39. സോ 13 divides 39 ആണ്. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, 6 സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു -3 mod 13 എന്നെഴുതാം. ഓക്കെ, and 6 raised to 4 is congruent to -4 mod 13. നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്കിവിടെ 6 സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു -3 mod 13 ആണ് എന്നറിയാം. സോ ഇതിൻ്റെ സ്ക്വയർ എ കോൺഗ്രുവൻറ്റ് ടു ബി mod m ആണെങ്കിൽ എ സ്ക്വയർ എന്താവും, കോൺഗ്രുവൻറ്റ് ടു ബി സ്ക്വയർ mod m. സോ ഇവിടെ 6 സ്ക്വയർ ഇതിൻ്റെ സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ 6 സ്ക്വയർ ഹോൾ സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു -3 സ്ക്വയർ mod 13 എന്നെഴുതാം. 6 സ്ക്വയർ ഹോൾ സ്ക്വയർ എന്താണ്, 6 raised to 4 ആണ്. -3 സ്ക്വയർ ഈസ് 9. സോ 6 raised to 4 ഈസ് കോൺഗ്രുവൻറ്റ് ടു 9 mod 13 ആണ്. 9 mod 13 നമുക്ക് എങ്ങനെ എഴുതാം, mod 13ലാണ് 9 വരുന്നത്. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 13 - 9 - 13. സോ 9 mod 13 അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 9 - 13 എന്താണ്, 9 - 13 -4 ആണ്. ആൻഡ് അതിവിടെ എഴുതാം -4 mod 13 എന്നെഴുതാം. സോ 9 mod 13 നമുക്ക് 9 - 13 mod 13 എഴുതാം. 9 - 13 എന്താണ്, -4 ദാറ്റ് ഈസ് -4 mod 13 എന്ന് ഇതിന് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടി 6 സ്ക്വയർ എന്താണ്, കോൺഗ്രുവൻറ്റ് ടു -3 mod 13 ആണ്. ആൻഡ് 6 raised to 4 ഈസ് കോൺഗ്രുവൻറ്റ് ടു -4 mod 13. ഓക്കെ, സോ എ കോൺഗ്രുവൻറ്റ് ടു ബി mod സി ആൻഡ് സി കോൺഗ്രുവൻറ്റ് ടു ഡി mod എം ആണെങ്കിൽ എ സി കോൺഗ്രുവൻറ്റ് ടു ബി ഡി mod എം. നമുക്ക് എന്താണ്, രണ്ട് കോൺഗ്രുവൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 സ്ക്വയർ ഇൻറ്റു 6 raised to 4 എന്താവും, കോൺഗ്രുവൻറ്റ് ടു -3 ഇൻറ്റു -4. നമ്മൾ തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്, രണ്ട് കോൺഗ്രുവൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 6 സ്ക്വയർ ഇൻറ്റു 6 raised to 4 കോൺഗ്രുവൻറ്റ് ടു -3 ഇൻറ്റു -4 എവിടെയാണ്, mod 13ൽ. സോ 6 സ്ക്വയർ ഇൻറ്റു 6 raised to 4 ദാറ്റ് ഈസ് 6 raised to 6. So 6 raised to 6 is congruent to എന്താണ്, -3 ഇൻറ്റു -4 ദാറ്റ് ഈസ് 12 mod 13. സോ നേരത്തെ നമ്മൾ 9നെ റീപ്ലേസ് ചെയ്തപോലെ 12നെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം, 12 - 13 വെച്ച് റീപ്ലേസ് ചെയ്യാം. 12 - 13 എന്താണ്, -1. സോ 6 raised to 6 കോൺഗ്രുവൻറ്റ് ടു 12 mod 13 നമുക്ക് 6 raised to 6 is congruent to -1 mod 13 എന്ന് പറയാം. Thus 19 raised to 19 എന്തായിരുന്നു, കോൺഗ്രുവൻറ്റ് ടു 6 raised to 19 mod 13 ആയിരുന്നു അല്ലേ. സോ mod 13ലാണ് നമ്മൾ എഴുതുന്നത്, 6 raised to 19 എന്ന് എഴുതാം. ആൻഡ് 6 raised to 19 എന്താണ്, കോൺഗ്രുവൻറ്റ് ടു നമുക്ക് 6 raised to 19നെ 6 raised to 6 ഹോൾ ക്യൂബ് അതെന്താണ് 6 raised to 18 വരും ഇൻറ്റു 6. സോ +1 വരുമ്പോൾ 6 raised to 19 വരും. സോ 6 raised to 19 നമ്മൾ ഇങ്ങനെ എഴുതി, 6 raised to 6 ഹോൾ ക്യൂബ് ഇൻറ്റു 6 എന്ന് എഴുതി. ആൻഡ് ദിസ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 raised to 6 എന്താണ്, കോൺഗ്രുവൻറ്റ് ടു -1 ആണ്. സോ -1 ഹോൾ ക്യൂബ് ഇൻറ്റു 6 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് -1 ഹോൾ ക്യൂബ് എന്താണ്, -1 ഇൻറ്റു 6 ഈസ് ദാറ്റ് ഈസ് -6. സോ 19 raised to 19 എന്താണ്, കോൺഗ്രുവൻറ്റ് ടു -6 mod 13 എന്നെഴുതാം, -6 mod 13. ഇനി ഈ നെഗറ്റീവ് -6ൻ്റെ ഈ നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, 13 -6 ചെയ്യാം. നമ്മൾ നേരത്തെയൊക്കെ റീപ്ലേസ് ചെയ്ത പോലെ ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് നമുക്ക് 13 - -6
13 minus 6 ചെയ്യുക. സോ ദാറ്റ് ഈസ് 7. ഓക്കെ, 13 മൈനസ് 6 ചെയ്യുമ്പോൾ 7 എന്ന് കിട്ടും. സോ 6 ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 mod 13. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? 19 ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 mod 13 ആണെന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? 19 ഒരു നമ്പറിൻ്റെ ക്യൂബ് പ്ലസ് വേറൊരു നമ്പറിൻ്റെ ഫോർത്ത് പവറിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് കാണിക്കേണ്ടത്. സോ കോൺട്രഡിക്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ അങ്ങനെ എഴുതാൻ പറ്റും എന്ന് കൺസിഡർ ചെയ്യുക. സപ്പോസ് 19 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എക്സ് ക്യൂബ് പ്ലസ് വൈ റേസ് ടു 4 ഫോർ സം ഇൻറ്റീജേഴ്സ് എക്സ് ആൻഡ് വൈ എന്ന് സപ്പോസ് ചെയ്തു. ഇനി with a bit of patience, we can see that x cube is congruent to 0, 1, 5, 8 or 12 modulo 13 and y raised to 4 is congruent to 0, 1, 3 or 9 modulo 13. സോ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ എക്സ് ക്യൂബ് ഏതൊരു ഇൻറ്റിജർ എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ക്യൂബ് നമ്മൾ മോഡ് 13 ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് വരുള്ളൂ? 0. ഒന്നെങ്കിൽ എക്സ് ക്യൂബ് കോൺഗ്രുവൻറ്റ് ടു 0 mod 13, അല്ലെങ്കിൽ 1 mod 13, അല്ലെങ്കിൽ 5 mod 13, അല്ലെങ്കിൽ 8 mod 13, അല്ലെങ്കിൽ 12 mod 18. ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂവിന് മാത്രമായിട്ടുള്ളൂ മോഡ് 13 ഏതൊരു ഇൻറ്റിജർ എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ക്യൂബ് വരിക. സോ എക്സ് ക്യൂബ് എന്താവും? ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂവുമായിട്ട് മാത്രമേ ഉള്ളൂ മോഡിലോ 13 വരിക. നമുക്കതിങ്ങനെ ചെയ്ത് നോക്കിയാൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, പക്ഷെ ചെയ്ത് നോക്കിയാൽ അങ്ങനെ കിട്ടും. അതേപോലെ ഒരു നമ്പർ വൈ എടുത്തിട്ടുണ്ടെങ്കിൽ വൈ റേസ് ടു 4 മോഡ് 13 വരാവുന്ന വാല്യൂസ് ഇതൊക്കെയുള്ളൂ: 0, 1, 3 or 9. ഇതിലേതെങ്കിലും ഒരു വാല്യൂവുമായിട്ട് വൈ റേസ് ടു 4 എന്താവും? കോൺഗ്രുവൻറ്റ് മോഡലോ 13 ആവും. ഓക്കെ, thus x raised to 3 plus x cube plus y raised to 4 can be congruent to any least residue modulo 13 except 7. അതായത് നമ്മൾ പറഞ്ഞു എക്സ് ക്യൂബ് 0, 1, 5, 8 or 12 മോഡുലോ 13 വരുള്ളൂ. വൈ റേസ് ടു 4 0, 1, 3 or 9 മോഡുലോ 13 വരുള്ളൂ. സപ്പോസ് എക്സ് ക്യൂബ് ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇവിടുത്തെ 1 mod 13 ആൻഡ് വൈ റേസ് ടു 4 ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 mod 13. അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് വൈ റേസ് ടു 4 എന്താവും? കോൺഗ്രുവൻറ്റ് ടു 1 + 3 അല്ലേ? 1 + 3 mod 13 ദാറ്റ് ഈസ് 4 mod 13. സോ എക്സ് ക്യൂബ് പ്ലസ് വൈ റേസ് ടു 4 എന്താണ്? 4 mod 13 വരുള്ളൂ. നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഇവിടെ എന്താവും? ഈ നമ്പേഴ്സിൻ്റെ ഈ 5 നമ്പേഴ്സിൻ്റെതും ഈ 4 നമ്പേഴ്സിൻ്റെയും സമ്മ് വ്യത്യസ്ത രീതിയിലുള്ള സംസ് അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിൻ്റെ സമ്മ് കണ്ടിട്ടുണ്ടെങ്കിൽ അതായിരിക്കും എക്സ് ക്യൂബ് പ്ലസ് വൈ റേസ് ടു 4 കോൺഗ്രുവൻറ്റ് മോഡ് 13 ആവുന്ന വാല്യൂസ്. പക്ഷേ ഈ നമ്പേഴ്സിന് ഒന്ന് ഇതിൽ നിന്നും എടുത്തിട്ട് ഏത് രീതിയിലും നമ്മൾ സമ്മ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്ത് കിട്ടില്ല? 7 എന്ന് കിട്ടില്ല. ഓക്കെ, 7 എന്ന് ഈ ഇതിലുള്ള ഒരു നമ്പറും ഇതിലുള്ള ഒരു നമ്പറും വെച്ച് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? 7 എന്ന് കിട്ടില്ല. ദാറ്റ് ഈസ് എക്സ് ക്യൂബ് റേസ് ടു വൈ റേസ് ടു 4 എന്താവില്ല? will not be congruent modulo will not be congruent to 7 mod 13. ഓക്കെ, എക്സ് ക്യൂബ് റേസ് പ്ലസ് വൈ റേസ് ടു 4 ഒരിക്കലും എന്താവില്ല? 7 mod 7 എന്താവില്ല? കോൺഗ്രുവൻറ്റ് മോഡലോ 13 കിട്ടില്ല. പക്ഷേ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ടോ? നമ്മൾ എക്സ് ക്യൂബ് പ്ലസ് വൈ റേസ് ടു 4 എന്ന ഫോമിൽ നമുക്ക് 19 റേസ് ടു 19 എഴുതാം എന്നാണ് പറഞ്ഞിരുന്നത്. ആൻഡ് 19 റേസ് ടു 19 എന്താണ്? 7 mod 13 ആണ്. പക്ഷേ നമുക്ക് എക്സ് ക്യൂബ് പ്ലസ് വൈ റേസ് ടു 4 എന്ന് രണ്ട് നമ്പേഴ്സിന് എക്സ് ക്യൂബ് പ്ലസ് വൈ റേസ് ടു 4 എഴുതിയിട്ട് ആ ഫോമിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഫോമിൽ എഴുതാൻ പറ്റുന്ന ഒരു നമ്പറും നമുക്ക് എന്ത് കിട്ടില്ല എന്ന് പറഞ്ഞു? കോൺഗ്രുവൻറ്റ് മോഡലോ കോൺഗ്രുവൻറ്റ് ടു 7 മോഡലോ 13 ആയിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്താണ്? ഒരു കോൺട്രഡിക്ഷനാണ്. അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ കാരണം നമുക്ക് 19 റേസ് ടു 19 ഈ എക്സ് ക്യൂബ് പ്ലസ് വൈ റേസ് ടു 4 എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നെടുത്തതുകൊണ്ടാണ്. അപ്പോൾ അതായത് ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തത് എന്താണ്? തെറ്റാണ്. ദാറ്റ് ഈസ് 19 റേസ് ടു 19 cannot be expressed as the sum of the cube of an integer and the fourth power of another integer.